നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു ഭയം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. മാങ്ങാണ്ടിയെ മൂന്നാമത്തെ പീഡന കേസ് പരാതി വന്നതിന് ശേഷം ജയിലിലടയ്ക്കുകയാണ്. ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ലേബലിൽ MLA ആയി മാറിക്കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് കോൺഗ്രസ് ലേബലിൽ ജയിച്ച ഒരുത്തൻ ഇനി ആ പദവിയിൽ തുടരരുത് എന്ന് പറയേണ്ടത് ആരാണ്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ. എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അതിന് മടിക്കുന്നത്? ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിയുമായി ചേർന്നോ പാർട്ടിക്ക് വേണ്ടിയൊക്കെ രാഹുൽ മാങ്കൂട്ടൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവർ മൗനമായി പിന്തുണയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ നട്ടെല്ലിന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു ലീഡർ ഉണ്ടായിരുന്നെങ്കിൽ ഇനി ആ MLA സ്ഥാനത്ത് തുടരാൻ പാടില്ല, ഈ പാർട്ടിയുടെ ഭാഗമായി നേടിയെടുത്തതിനെ ഈ നാടിൻ്റെ ജനങ്ങൾക്ക് മുന്നിൽ ആ പദവി വലിയ അധിക്ഷേപങ്ങൾക്കും ഒപ്പം തന്നെ വലിയ നാണക്കേടും ഉണ്ടാക്കിയതിന് ശേഷം രാജിവെച്ച് ഇറങ്ങിപ്പോടാം എന്ന് പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇന്നിപ്പോൾ VD സതീശനോട് ആ ചോദ്യം വരുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിനോടുള്ള എക്സ്പ്രഷൻ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നീട് അദ്ദേഹത്തിൻ്റെ മെഴുകൽ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ആ മെഴുകലിലുണ്ട് വീണ്ടും വീണ്ടും ഇവർ മാങ്ങാണ്ടിയെ ഭയപ്പെടുന്നുണ്ട്. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടും? ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എനിക്കറിയില്ല അത് ഏത് പ്രൊവിഷൻ വഴിയാണ് അത് വരുന്നതെന്ന് എനിക്കറിയില്ല. അത് നോക്കാം, അത് പരിശോധിച്ചിട്ട് അല്ലല്ല, അത് അങ്ങനെയൊന്നും എത്തിക്സ് കമ്മിറ്റി ഒന്നും അല്ലല്ലോ ഒരാളെ നിയമസഭാംഗത്തിൽ നിന്ന് പുറത്താക്കണത്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഞാൻ ആരായാലും ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചാണ് നമ്മളത് പരിശോധിക്കാതെ പറയാൻ പറ്റുമോ? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ അല്ലെ ശിക്ഷ കിട്ടിയപ്പോ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ സാങ്കല്പിക ചോദ്യമാണത്. ഇപ്പൊ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് KC വേണുഗോപാൽ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല. ആർക്കും രാജി വേണ്ട, രാജി വെച്ചേ മതിയാകുള്ളൂ, അങ്ങനെയല്ലേ പറയേണ്ടത്? അതല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്. കോൺഗ്രസ് ലേബലിൽ നേടിയെടുത്ത ആ ഒരു പദവി ഇനി നീ തുടരാനേ പാടില്ല. ഈ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ സെക്കൻഡില്ലെങ്കിൽ ഈ സെക്കൻഡ് ഉടനടി രാജിവെക്കടാ എന്ന് പറയണ്ടേ? എന്തുകൊണ്ട് നാവ് പൊന്തുന്നില്ല? അവിടെയൊക്കെയാണ് എത്രയെന്ന് പറഞ്ഞാലും നിങ്ങളെ ഒരു ദൃശ്യം കൂടി കാണിക്കുകയാണ്. സതീശന്റെ സ്നേഹോഷ്മളമായിട്ടുള്ള ഒരു ചുംബനത്തിന്റെ ദൃശ്യം. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം. ഞാൻ അപ്പൊന്നും കുലുങ്ങിയില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നോ കമന്റ്സ്. ഞാൻ ഇനി ഒന്നും പറയാനില്ല. ആരാണ് ഈ പേവേട്ടിന് ഇത്രയും പിന്തുണ കൊടുത്ത് വളർത്തിയത്, കെട്ടിപ്പിടിച്ചത്, ഉമ്മ കൊടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ തോതിലുള്ള അവസരങ്ങൾ കൊടുത്തതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, സതീശൻ. ആ സതീശനെയും മറ്റ് നേതാക്കന്മാരെ എല്ലാത്തിനെയും ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ MLA സ്ഥാനം എങ്ങാനും പോയാൽ, അത് നിങ്ങൾ നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചാൽ, ആ പെൺകുട്ടിയോട് പറഞ്ഞതുപോലെ ഞാൻ എന്തും താങ്ങും, പക്ഷേ നീ ഒന്നും താങ്ങില്ല എന്നുള്ള താക്കീതിൽ ഇവർ ഭയപ്പെട്ടതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലയിടങ്ങളിലും ഭീഷണി കൊണ്ടാണ് ഇദ്ദേഹം നിലനിന്നതെന്ന് പെൺകുട്ടികളടുത്ത് സംസാരിച്ച ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നു, മെസ്സേജുകൾ നിങ്ങൾ കണ്ടു. ആ ചാറ്റുകളിലെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഒരുത്തനെയും ഭയപ്പെടാനില്ല. ആ ഭയപ്പെടാനില്ലായ്മ എന്ന് പറഞ്ഞാൽ പല നേതാക്കന്മാരുടെ ഉള്ളിൽ തീയാണ്. ആ തീ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൈയൊഴിഞ്ഞു എന്ന നിലയിൽ പാർട്ടിയിൽ നിന്ന് അങ്ങ് പുറത്താക്കി, എന്നിട്ട് സമാധാനിപ്പിച്ചു. MLA സ്ഥാനം ഉണ്ടല്ലോ, നിനക്ക് വരുമാനം ഉണ്ടല്ലോ, അത് വെച്ച് നിനക്ക് ജീവിക്കാമല്ലോ, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന രീതിയിൽ മാങ്ങാണ്ടിയുടെ കാല് പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ഇവർ വന്നത് എന്തുകൊണ്ടെന്ന് സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അന്തസ്സോടുകൂടി ഇറങ്ങി നിന്നിട്ട് രാജിവെക്കടാ എന്ന് പറയാൻ ഒരു നേതാവിൻ്റെയും നട്ടെല്ലിന് ഉറപ്പില്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? പാലക്കാട് ഇനിയിപ്പോൾ രാജിവെച്ചു എന്ന് കരുതിക്കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരിടത്ത് ഇങ്ങനെ അപമാനഭാരം പേറുന്ന ഒരു ജനപ്രതിനിധിയെ സൃഷ്ടിച്ച കോൺഗ്രസ്സുകാർ രാജി വേണ്ട, അത് തുടരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള പല കള്ളക്കളികളും
ഇപ്പോഴും മാങ്ങാണ്ടിയുടെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആയിട്ട് മാങ്ങാണ്ടി ഇപ്പോഴും നിലനിൽക്കുന്നത്. മാങ്ങാണ്ടി അങ്ങനെ നിലനിൽക്കുമ്പോഴും മാങ്ങാണ്ടിക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നവർ എന്തോ ഒരു വല്ലായിക പോലെയും പറയാൻ ഒരു ധൈര്യക്കുറവ് പോലെയും നമുക്ക് തോന്നുന്നത് ആ ഒരു ഗുട്ടൻസ് ഇതിന്റെ പിറകിലുണ്ട്. ആ ഒരു ഗുട്ടൻസ് ഇതിന്റെ പുറകിലുള്ളത് കൊണ്ടാണെന്ന് 100% ഉറപ്പാണെന്ന് പറയേണ്ടി വരികയാണ്.